ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇഷാദ് പാലക്കാട്. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായൊരു പ്രദേശത്താണ് ഞാനുള്ളത് കേട്ടോ. അതായത് 1, 2, 3 സ്ഥലങ്ങളല്ല നമ്മളിന്ന് കാണിക്കുന്നത്, പ്ലോട്ടുകളല്ല കാണിക്കുന്നത്, നിരവധി പ്ലോട്ടുകളാണ്. ഏകദേശം ഒരു 30ഓളം പ്ലോട്ടുകളാണ് നമ്മളിങ്ങനെ നിരന്ന് കിടക്കുന്നത് കാണുന്നല്ലേ. അതായത് കുന്നോ ചെരുവോ അതല്ലെങ്കിൽ നിരത്താനോ പരത്താനോ ഒന്നുമില്ല കേട്ടോ. ഫുള്ള് ക്ലിയർ ആക്കിയിട്ടിട്ടുള്ള ഒരു അടിപൊളി പ്ലോട്ടാണ്. നിങ്ങൾക്കിങ്ങനെ ഈ പ്ലോട്ടിൻ്റെ തുടക്കം മുതൽ ഇങ്ങനെ ഓരോ അളവ് അല്ലേ, ഓരോ കുറ്റി ഇങ്ങനെ കാണാൻ പറ്റും. നമ്മളെ ഓരോ സെൻറ്റിന് ഇങ്ങനെ ചുവപ്പ് പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഇതിങ്ങനെ 1, 2, 3 തൊട്ട് നിറയെ ഉണ്ട്. ഇതിൻ്റെ ഒരു സ്കെച്ച് കൂടി കണ്ടാലാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുക. അതായത് വീട് വയ്ക്കാൻ അനുയോജ്യമായ സ്ഥലങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾക്ക് അവരുടെ ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യാൻ പറ്റിയ നിരവധി പ്ലോട്ടുകളാണ് ഉള്ളത്. നമ്മളിന്നുള്ളത് കോങ്ങാട് പഞ്ചായത്തിലാണ്. കോങ്ങാട് പഞ്ചായത്തിലെ നിരവധി സ്ഥലങ്ങൾ നമ്മളിതിനു മുമ്പും കാണിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ചുറ്റിലും അല്ലേ പച്ചപ്പാർന്ന് നിൽക്കുന്ന റബ്ബർ മരങ്ങളും തെങ്ങുകളും അല്ലേ. തെങ്ങെന്ന് പറഞ്ഞാൽ ചിലവർ പറയും അല്ലേ കേരവൃക്ഷം എന്ന് പറയാൻ പറയും അല്ലേ. കേരവൃക്ഷം എന്ന് പറഞ്ഞാൽ ചിലവർ തെങ്ങ് എന്ന് പറയാൻ പറയും. എന്തായാലും നമ്മളെ ഈ ഒരു സ്ഥലത്ത് വളരെ കാലമായിട്ട് വെറും പ്ലോട്ട്, വീട് പണി തുടങ്ങാൻ അനുയോജ്യമായ നല്ല അടിപൊളി എന്താ പറയുക റോഡ് സൗകര്യമുള്ള, അതായത് ഇതിനകത്തേക്കൊക്കെ റോഡ് ഉണ്ടോയെന്ന് അപ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ടാവും. നമ്മൾ ഏതൊരു പ്ലോട്ടിലേക്കും 5 മീറ്റർ നല്ല വൈഡ് റോഡ് അല്ലേ, നല്ല പാസേജ് വഴിയായിട്ട് ഇട്ടിട്ടുണ്ട്. സ്കെച്ചിൽ തന്നെ നമുക്കത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബൗണ്ടറി നമുക്ക് ഇങ്ങനെ ഇവിടെ നോക്കിയാൽ ഇങ്ങനെ കാണാം. ഇങ്ങനെ ആ മര കമ്പിവേലിയുള്ളത് ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഏകദേശം ഒരു 5-6 പ്ലോട്ട് സോൾഡ് ഔട്ട് ആയി. ഇപ്പോൾ തന്നെ ഒരു 1, 2, 3 അത് നമ്മൾ നമ്പർ പറഞ്ഞുതരാം. ബാക്കിയെല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, വളരെ കുറഞ്ഞ വില എന്ന് വെച്ചാൽ വില ഉണ്ട് പെട്ടെന്ന് പറഞ്ഞാലോ അല്ലേ, പെട്ടെന്ന് പറയാം അല്ലേ. കാരണം ആളുകൾ വിചാരിക്കും എന്ന് നമ്മൾ 3 ലക്ഷം 5 ലക്ഷം 10 ലക്ഷത്തിനൊക്കെ കാണിക്കണമെന്ന്. ഇന്ന് തീർച്ചയായിട്ടും സെൻറ്റ് ഒന്നിന് 1,10,000 രൂപ. സന്തോഷമായല്ലോ. അതായത് 1,10,000 രൂപ. എന്തായാലും 1,10,000 രൂപയ്ക്ക് വീട് വയ്ക്കാൻ റോഡ് സൗകര്യമുള്ള അടിപൊളി പ്രദേശം, അത് മാത്രമല്ല വെള്ള സൗകര്യമുള്ള കറണ്ട് സൗകര്യമുള്ള ഒരു പ്രോപ്പർട്ടി കിട്ടുകയെന്ന് വെച്ചാൽ അത് റോഡിൽ നിന്ന് വളരെ അടുത്ത് തന്നെ കേട്ടോ. നമ്മളൊരു 50-60 മീറ്റർ മാത്രമാണ് ഇങ്ങോട്ട് നടന്നത്. നമ്മൾ റോഡ് ഫ്രണ്ടിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ടൊരു ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കോങ്ങാട് പഞ്ചായത്തിലെ പഞ്ചായത്ത് സ്റ്റേഡിയമൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ, ബംഗ്ലാകുന്ന്. ആ ബംഗ്ലാകുന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് വളരെ അടുത്ത്, ബസ് സ്റ്റോപ്പിൽ നിന്ന് നോക്കിയാൽ നമുക്ക് നേരെ ഒരു ചർച്ചും സ്കൂളൊക്കെ ഉള്ള റോഡ് നേരെ മേലേക്കാണ്. നമ്മൾ വില്ലേജ് ഓഫീസൊക്കെ ഉള്ള ഒരു റോഡ് അല്ലേ. വില്ലേജ് ഓഫീസ് മീൻ കോങ്ങാട് വില്ലേജ് അല്ല കേട്ടോ, മുണ്ടൂർ വില്ലേജ് ഓഫീസാണ് വില്ലേജ് 2 വരുന്നത്. അപ്പോൾ ആ ഒരു വില്ലേജ് ഓഫീസിൻ്റെ മുന്നിലൂടെ, സ്കൂളിൻ്റെ മുന്നിലൂടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി അമ്പലവട്ടം എന്നാണ് പറയുക. അമ്പലവട്ടം. ഓക്കെ, ബംഗ്ലാകുന്ന് അമ്പലവട്ടം. നല്ല വെയിലാണ്, നട്ടുച്ച നേരത്തെ വന്നതുകൊണ്ട് നല്ല വെയിലാണ്. അപ്പോൾ നല്ല മരങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ആ തണലിൻ്റെ വില അറിയില്ല. ഇപ്പോൾ ഇല്ലാത്തപ്പോഴാണ് നമ്മളതിൻ്റെ ഒരു വേദന മനസ്സിലാക്കുന്നത്. എന്നാലും വീടൊക്കെ വെക്കാൻ അനുയോജ്യമാക്കി നല്ല രീതിയിൽ ഇങ്ങനെ നിരത്തിയിട്ടത് കൊണ്ട് നമുക്ക് മരത്തിൻ്റെ ഇതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ പ്രസക്തിയില്ല അല്ലേ. അപ്പോൾ വെറുതെ സമയം കളയേണ്ട നിശാതെ എന്നിങ്ങനെ ആളുകൾ പറയുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും 1,10,000 അവർ നമ്മളോട് വില പറയാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെയല്ലേ ഓരോ, അതായത് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് സെലക്ട് ചെയ്യാം. 6 സെൻറ്റ് ഉണ്ട്, 6.5 സെൻറ്റ് ഉണ്ട്, 6.25 ഉണ്ട്, 8 സെൻറ്റ് ഉണ്ട്, 7 സെൻറ്റ് ഉണ്ട്, 6.5 ഉണ്ട്, 7.25 ഉണ്ട്. അങ്ങനെ നിരവധിയാണ്. അപ്പോൾ നമുക്കിനി ഒരു 10 20 സെൻറ്റ് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് എടുക്കാം കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ സാധാരണക്കാർക്കല്ലേ ഈ ഒരു സ്പേസ് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഇത് അവിടെ നിന്നല്ല ആ ഭാഗമൊക്കെ നോക്കി ഏത് ഭാഗവും നമുക്ക് ഒരുപോലെ ഇഷ്ടപ്പെടും. കാരണം എല്ലാ ഭാഗത്തേക്കും നമ്മൾ റോഡുണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ. നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ നല്ല പുല്ലൊക്കെ വളർന്ന് നിൽക്കുന്നത്, വെട്ടി നിരത്തിയതാണ് പുല്ലൊക്കെ. കാരണം നല്ല മണ്ണാണ്. ഈ ഒരു പരിസരം നോക്കിയാൽ നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കിയാൽ നോക്കൂ, ഇവിടെ ഒരു വീട് വെച്ചാലുള്ള കിട്ടുന്ന ഒരു വൈബ് എന്താ പറയുക, ഒരു വ്യൂ എന്താ പറയുക, നമുക്ക് നമ്മുടെ കല്ലടിക്കോടൻ മല ഇവിടെ നിന്ന് നോക്കിയേ എന്തൊരു ഭംഗിയാണ് അല്ലേ. നമ്മുടെ ആ കല്ലടിക്കോടൻ മല നിരകൾ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ വന്നൊന്ന് സൂം ചെയ്ത് നോക്കിയേ. മലയിൽ ആനയോ പുലിയോ സിംഹമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ നോക്കാം അല്ലേ. കാണുന്നുണ്ടല്ലോ അല്ലേ, മല കാണുന്നുണ്ട്. എന്തായാലും ഈ ഒരു മനോഹരമായ മലയുടെ താഴ്വാരം നമുക്ക് ഇവിടെ ഒരു വീടൊക്കെ വെച്ച് അതിൻ്റെ മുകളിലിരുന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ കണ്ട് ആസ്വദിക്കാൻ പറ്റും. അത്രയ്ക്ക് നല്ല ക്ലൈമറ്റും അത്രയ്ക്ക് നല്ല എന്താ പറയുക പ്രകൃതി രമണീയമായ സ്ഥലമാണെന്ന് പറയാം അല്ലേ.
അപ്പോൾ ഈ ഒരു പരിസരത്ത് ഏത് പ്ലോട്ട് വെച്ചിട്ട് അതിന് മേഖലയിൽ കയറിയാലും നമുക്ക് ഈ ഒരു പരിസരമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ 5ഉം 6ഉം 7ഉം 8ഉം 7:30 8 8:15 7:15 അങ്ങനെ ഒരുപാടാണ്. അപ്പോൾ നമുക്കിത് ഏതെടുത്താലും 10 രൂപ എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഏതെടുത്താലും നമുക്ക് 1,10,10,000 രൂപ. ഓക്കെ. പിന്നെ വഴി സൗകര്യമാണ്. വഴി നമുക്കൊന്ന് അങ്ങോട്ട് നടന്നു നോക്കാം അല്ലേ, എല്ലാ വാഹനവും വരുമെന്നൊന്ന് അറിയണമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ വില പറഞ്ഞു കഴിഞ്ഞില്ലേ, വളരെ പെട്ടെന്ന് തന്നെ വില പറഞ്ഞു. കാരണം വില ആകാംക്ഷയോടെ ഇങ്ങനെ ആളുകൾ കാത്തിരിക്കും. കുറേ കാലമായി നമ്മൾ ലാസ്റ്റ് വില പറഞ്ഞു, അതാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. അപ്പോൾ ഇതാ വഴിയുടെ വീതിയൊക്കെ മനസ്സിലായല്ലോ. അത്യാവശ്യം നല്ല വീതിയുണ്ട്. നല്ലൊരു എന്താ പറയുക, ആളുകൾ ആ സ്ഥലം മാത്രം കാണുമ്പോഴേ ചുറ്റിലും വീടുകളൊക്കെ ഇല്ലേ എന്നൊക്കെ സംശയിച്ച് പോകും. അപ്പോൾ നമ്മൾ കയറി വരുന്ന വഴി മുതൽ നമ്മുടെ റോഡ് വരെയും ഇഷ്ടം പോലെ വീടുകളാണ്. 1 2 എന്നല്ല, നിരവധി വീടുകളാണ്. അതായത് ഒന്നിങ്ങോട്ട് വന്നാൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ. നല്ല തണലായിട്ട് ഈ ഒരു മാവും പ്ലാവൊക്കെ വന്നപ്പോൾ നല്ല തണൽ, ആ വെയിലത്ത് നിന്ന് വന്ന ക്ഷീണമൊക്കെ ഇവിടെ വരുമ്പോൾ തന്നെ മാറും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നേരെ പോകുന്നു. ഇവിടുന്ന് ഒരു 50 മീറ്റർ പോയാൽ നമുക്ക് നല്ല റോഡായി അല്ലേ. ഇവിടെ മാത്രമാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാത്തൊരു ഭാഗമുള്ളൂ. ബാക്കി അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ കോൺക്രീറ്റഡ് റോഡ് തന്നെയാണ്. അപ്പോൾ വേറെ എന്താ, ഇവിടെ തന്നെ നിൽക്കാൻ തോന്നുന്നു തണുപ്പായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതിയല്ലോ അല്ലേ. ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയണ്ടല്ലോ. നമ്പറല്ലേ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാട്ടെ. നിങ്ങൾ വിളിക്കേണ്ട 1 2 നമ്പർ ഞാൻ കൊടുത്തേക്കാം. ആ നമ്പറിൽ വിളിച്ചാൽ മതി. ഇനി ഇവിടെ നോക്കിയാൽ തന്നെ നമ്മുടെ പ്ലോട്ട് കാണാനൊരു ഭംഗി നോക്കി ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ അല്ലേ. അപ്പോൾ കോങ്ങാട് പഞ്ചായത്തിലെ മുണ്ടൂർ പഞ്ചായത്തിൻ്റെയും ഇടയ്ക്കാണ് കേട്ടോ ഈ സ്ഥലം. മുണ്ടൂർ പഞ്ചായത്ത് വില്ലേജ് 2 തൊട്ടടുത്ത് നമ്മൾ വരുന്ന വഴി തന്നെയാണ്. പിന്നെ അതിൻ്റെ സൗകര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. കോങ്ങാട് പഞ്ചായത്ത് നമ്മൾ ഒരുപാട് തവണ കാണിച്ചതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു ഹൈവേയിൽ നിന്ന്, പാലക്കാട് കോഴിക്കോട് ഹൈവേ എന്ന് പറയുമ്പോൾ നമ്മളെ ചെറുപ്പശ്ശേരി പോകുന്ന ഈ ഒരു ഹൈവേയിൽ നിന്ന് ഒരു 2-2.25 കിലോമീറ്റർ അല്ലേ, 2.5 കിലോമീറ്റർ താഴെ മാത്രമാണ് ഇങ്ങോട്ട് ദൂരം, ഹൈവേയിൽ നിന്നുള്ള ദൂരം കേട്ടോ. ഓക്കെ. അപ്പോൾ ഏകദേശം ഒരു ധാരണ ആളുകൾ കിട്ടിയിട്ടുണ്ടാകും. നമ്മൾ സ്കൂളും ആ ചർച്ചൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വന്ന് റൈറ്റിലേക്കാണ് നമ്മൾ തിരിഞ്ഞത്. റൈറ്റിലേക്ക് തിരിഞ്ഞ് കറക്റ്റ് ലൊക്കേഷൻ പിന്നെ നമ്മളിവിടെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും അല്ലേ. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയണ്ടല്ലോ, വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ലേന്ന് ആളുകൾ പറയണ്ടെന്ന് പറയാറുണ്ട്. എന്താ ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറഞ്ഞ് ശീലമായി. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം. അതിന് ബൈ.